ശ്രീകുമാർ, പി അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെയും നിങ്ങളുടെ ഘടകകക്ഷികളുടെയും ഒക്കെ യുവജന പ്രസ്ഥാനങ്ങളും കോൺഗ്രസ് തന്നെയും തെരുവിൽ പോരാടുന്നത്, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത്, മറ്റ് നടപടികൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ പി അൻവറിനെ ഇപ്പോൾ CPM തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ വ്യക്തമായ ഒരു നിലപാട് കോൺഗ്രസിനും UDF-നും എടുക്കാനാകുന്നുണ്ടോ? അല്ല, ഇതില് കോൺഗ്രസും UDF ഒരു കക്ഷിയല്ലല്ലോ രേണുക. ഇതില് അൻവർ ഉന്നയിച്ച ആക്ഷേപം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സംസ്ഥാനത്തെ പോലീസ് സംവിധാനം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഇതിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത് ഒരു ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്രനായ MLA ആണ്. പാർട്ടി CPM എന്ന വലിയ പാർട്ടി ഒരു LDF സ്വതന്ത്രന്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അവസാനം അരിശത്തോടെയാണ് പറഞ്ഞത്, അൻവർ ഇനിയും വാർത്താ സമ്മേളനം നടത്തിയാൽ ഞാനും തുടർന്ന് നടത്തും. അങ്ങനെ മുഖ്യമന്ത്രി പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മറുപടി കൊടുക്കുമെന്നല്ലേ? ഇന്ന് നോക്കൂ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന അതൊരു അഭ്യർത്ഥനയാണ്, ഒരു അപേക്ഷയാണ്, ഒരാവശ്യപ്പെടലല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്നത്, അഭ്യർത്ഥിക്കുന്നു അൻവറിനോട്. എന്താണ് അഭ്യർത്ഥിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്? തങ്ങളുടെ പരിധിക്കിൽ നിന്നും പുറത്തു പോകുന്ന ഒരു സ്വതന്ത്ര MLA ആണെങ്കിൽ ആ നടപടിക്രമം പാലിക്കാത്ത പക്ഷം നടപടിയെടുക്കും എന്ന് ഒരു മുന്നറിയിപ്പ് നൽകേണ്ട CPM അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുവാണ്, ദയവായി ശ്രീ അൻവർ, താങ്കളൊന്ന് പിന്മാറൂ, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളെ നാണം കെടുത്തല്ലേ എന്ന രീതിയിൽ അപേക്ഷിക്കുകയാണ്. ഒരു പാർട്ടിയുടെ, ഞാൻ ഇന്നേ വരെ CPM-ന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്രയും ഗതികെട്ട ഒരു പ്രസ്താവന ഒരു സ്വതന്ത്ര MLA-ക്ക് വേണ്ടി ഇറക്കിയതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്വതന്ത്ര MLA-യെ സംസ്ഥാന CPM ഭയക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആ ആദ്യത്തെ നാവിടി തൊട്ട് 2-3 കാര്യം മാത്രം പറയാം, വിസ്തരിക്കുന്നില്ല. ഈ അൻവർ ആക്ഷേപം ഉന്നയിച്ചപ്പോ ഗോവിന്ദ മാഷ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, എന്താ പറഞ്ഞത്? ഗൗരവമുള്ള വിഷയമാണ്. LDF കൺവീനർ എന്താ പറഞ്ഞേ? ഗൗരവമുള്ള വിഷയമാണ്. മന്ത്രിമാരെന്താ പറഞ്ഞേ? ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള വിഷയമാണെങ്കിൽ ആ വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കണ്ടേ? അത് പ്രതിപക്ഷത്തിന്റെ കടമയല്ലേ? അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോ എന്താണ് അൻവറോട് പറഞ്ഞത്? എന്താണ്? അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ലെന്നാ. ആരോടും ഉന്നയിച്ചതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആള് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറ്റം പറഞ്ഞത് ശരിയായില്ലെന്നല്ല അർത്ഥം. അങ്ങനെയാണ് പിന്നെ ഇന്നെന്തിനാ പാർട്ടി അഭ്യർത്ഥിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് വേറെ ഒന്നുമില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒന്നും പറയാനില്ല. പക്ഷേ നേരത്തെ ഗൗരവതരം എന്ന് പറഞ്ഞ ആ പാർട്ടി നേതാക്കൾക്ക് ഇന്ന് അൻവറിന്റെ മുമ്പിൽ അഭ്യർത്ഥന നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ 2 കാര്യമുണ്ട്. ഒന്നുകിൽ അൻവറിന്റെ ഒപ്പം കേരളത്തിലെ CPM ഇല്ലെന്ന് ധരിപ്പിച്ച് അൻവറിനെ തളർത്താൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ അൻവർക്ക് ഒരവസരം കൊടുക്കുക. പാർട്ടി എന്നോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാർട്ടി ഉൾക്കൊണ്ടിരിക്കുന്നു, പാർട്ടി നേതാക്കൾ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു, അതുകൊണ്ട് പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഒരു 2 മാസത്തേക്ക് പാർട്ടിക്ക് വേണ്ടി ഞാൻ മാറി നിൽക്കുകയാണ്. ആ 2 മാസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പാർട്ടി ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിന് ഒരു അവസരം പാർട്ടി കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അപേക്ഷിച്ചിട്ട് ഒരു വേദി അൻവറിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് CPM. അല്ലെങ്കിൽ രേണുക്കെന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നേ വരെ CPM ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടോ? CPM-ന്റെ എത്രയോ സ്വതന്ത്ര MLA-മാർ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. എത്ര സ്വതന്ത്ര MLA, ലോനപ്പെന്നും പറയുന്ന തൊട്ട് TK ഹംസ തൊട്ട് റഹീം തൊട്ട് എത്രയോ പേര്. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത ഒരു പരിഗണന, ഒരു ഭയപ്പാടോടുള്ള സമീപനം എന്തിനാണ് അൻവറിന്റെ കാര്യത്തിലേക്ക് CPM എടുക്കുന്നത്? ഈ അൻവറിനെ കുറിച്ച് ഈ മാധ്യമങ്ങൾ പൊക്കിപ്പിടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അൻവർ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ എപ്പോഴും കൊടുക്കും. 2 ദിവസമായിട്ട് ഇന്ന് CPM-ന്റെ മുഖപത്രത്തിന്റെ ഹെഡിങ് എന്താണെന്നറിയോ? പ്രധാന ഹെഡിങ് മാധ്യമ കൊട്ടേഷൻ. എന്തൊരു പാർട്ടിയാണിത്! എന്തിനും മാധ്യമങ്ങൾക്ക് നേരെ നിറയൊഴിച്ച് രക്ഷപ്പെടാമെന്ന്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സാക്ഷികളല്ലേ ശ്രീമതി രേണുക? സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞ് എത്ര കാലം രക്ഷപ്പെടാൻ ശ്രമിക്കും? പ്രതിരോധിച്ച് രക്ഷപ്പെടാൻ CPM ശ്രമിക്കരുത്. ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടണം. ഉത്തരം പറയാൻ CPM-ന് കഴിയാത്ത എന്തുകൊണ്ടാണ്? എന്തോ പ്രശ്നമുണ്ടെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ തെറ്റുണ്ടോ? ഇന്ന് തന്നെ അൻവറിനെതിരെ
CPM-ന്റെ നേതാക്കളായ ശിവൻകുട്ടിയും പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ശേഷമാണല്ലോ ഇന്നലെ രംഗത്ത് വരുന്നത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമല്ലേ? പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് പ്രസ്ഥാനം എന്താണ് ഇന്നലെ കൊടുക്കാതിരുന്നത്? എന്താണ് മിനിഞ്ഞാന്ന് കൊടുക്കാതിരുന്നത്? അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞാലേ പാർട്ടി തീരുമാനം ഉണ്ടാകൂ എന്നുകൂടി വന്നിരിക്കുകയാണ്. ഇത് ഈ പാർട്ടിയെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം, ഈ പാർട്ടിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അൻവറിനെ ഭയക്കേണ്ടിയിരിക്കുന്നു. അത് ഏത് രീതിയിലാണ് പാർട്ടി ഭയക്കുന്നതെന്ന് പാർട്ടി പ്രവർത്തകർക്കറിയില്ല, പൊതുജനങ്ങൾക്കും അറിയില്ല. കാരണം എന്താണ്? അൻവറിനോടുള്ള പാർട്ടി നേതാക്കളുടെ സമീപനം ആ തരത്തിലാണ്. ആരും അദ്ദേഹത്തോടെ ഒരു കഠിനമായ സ്വരത്തിൽ സംസാരിക്കുന്നില്ല, ദൃഢസ്വരത്തിൽ സംസാരിക്കുന്നില്ല. ഇരുമ്പ്, കല്ല് എന്ന രീതിയിൽ സംസാരിക്കാതെ വെണ്ണ, പഞ്ഞി, കഞ്ഞി എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അതാണ് CPM-ന്റെ ആ ഒരു ഗതികേടെന്ന് ഞാൻ പറയാൻ കാരണം. ശരി.